എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിലേക്ക് സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളും അവയുടെ വേദഭാഗങ്ങളും നോക്കാം. 1. യഹോവയുടെ പുസ്തകം. യെശയ്യാവിൻ്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വചനം. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല. ഇവിടെ നമുക്ക് യഹോവയുടെ പുസ്തകത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നു. 2. സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന പുസ്തകം. യെശയ്യാവ് 29-ാം അധ്യായം 11-ാം വചനം. അങ്ങനെ നിങ്ങൾക്ക് സകല ദർശനവും മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലെ വചനങ്ങൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. 3. മോശയുടെ പുസ്തകം. എസ്ര 6-ാം അധ്യായം 18-ാം വചനം. മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ യെരൂശലേമിലുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് പുരോഹിതന്മാരെ കൂറായും ലേവ്യരെ തരം തരമായും നിർത്തി. 4. ഓർമ്മയുടെ പുസ്തകം. പുറപ്പാട് 17-ാം അധ്യായം 14-ാം വചനം. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായി ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ അറിയിക്കാം. 5. ശാപങ്ങൾ എഴുതിയ പുസ്തകം. സംഖ്യാപുസ്തകം 5-ാം അധ്യായം 23-ാം വചനം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി കയ്പ് വെള്ളത്തിൽ കഴുകി കലക്കണം. 6. ശൂരന്മാരുടെ പുസ്തകം. യോശുവ 10-ാം അധ്യായം 13-ാം വചനം. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. 7. നിയമങ്ങളുടെ പുസ്തകം. 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 31-ാം വചനം. രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് താൻ യഹോവയെ അനുസരിക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ചു നടക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വചനങ്ങൾ ആചരിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുൻപാകെ ഒരു നിയമം ചെയ്തു. 8. കാലസംഖ്യ പുസ്തകം. ദാനിയേൽ 9-ാം അധ്യായം 2-ാം വചനം. ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവ് പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. 10. ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം. നെഹമ്യാവ് 8-ാം അധ്യായം 8-ാം വചനം. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. 11. രാജധർമ്മം എഴുതിയ പുസ്തകം. 1 ശമൂവേൽ 10-ാം അധ്യായം 25-ാം വചനം. അതിൻ്റെ ശേഷം ശമൂവേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അത് ഒരു പുസ്തകത്തിൽ യഹോവയുടെ സന്നിധിയിൽ വച്ചു. പിന്നെ ശമൂവേൽ ജനത്തെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. 12. ജീവൻ്റെ പുസ്തകം. സങ്കീർത്തനം 69-ാം അധ്യായം 28-ാം വചനം. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോട് കൂടെ അവരെ എഴുതരുതേ. 13. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. വെളിപ്പാട് 21-ാം അധ്യായം 27-ാം വചനം. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. 14. യഹോവയുടെ യുദ്ധപുസ്തകം. സംഖ്യ 21-ാം അധ്യായം 15-ാം വചനം. മോവാബിൻ്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.